തിരുമുഖത്തോടുള്ള ആരാധന പ്രകടിപ്പിക്കുന്ന ഏതാനും പ്രാർത്ഥനകൾ അവർ എഴുതിയിരുന്നു. യേശുവേ, എന്നെ അങ്ങയുടെ അരൂപിയാക്കണമേ എന്നെഴുതി തിരുമുഖത്തിൻ്റെ പടമൊട്ടിച്ച് ഒരു കാർഡ് അവളുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരുന്നു. ദൈവത്തിൻ്റെ കരുണ അവിടുത്തെ ജനനത്തിലും പീഡാനുഭവ വിവരണത്തിലും അവൾ അനുഭവിച്ചു. അവൾ എഴുതി, രക്തത്തിൽ കുളിച്ചും വിരൂപനായും അവിടുത്തെ ഞാൻ കണ്ടെത്തി. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവിടുന്ന്. എങ്കിലും ദിവ്യശിശു വിറയ്ക്കുന്നില്ല. അതാണ് ദൈവം തന്നെ പ്രകടമാക്കുവാൻ തിരഞ്ഞെടുത്ത വഴി. ജീവിതത്തിലെ സഹനങ്ങളിലും ക്ലേശങ്ങളിലും അവൾക്ക് ആശ്വാസവും ഭക്തിയും ലഭിച്ചിരുന്നത് തിരുമുഖത്തോടുള്ള ഭക്തിയിൽ നിന്നായിരുന്നു. സഹനങ്ങളെ ദൈവം അനുവദിക്കുന്നു എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. നല്ല ദൈവം നൽകുന്ന ഭക്തിക്ക് ആനുപാതികമായിരിക്കും ക്ലേശങ്ങളും. പാപികൾക്ക് വേണ്ടി ആ തിരുമുഖ പ്രാർത്ഥന അവൾ തയ്യാറാക്കി. നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതൻ്റെ ആരാധ്യ തിരുമുഖത്തും എന്ന സമ്പത്ത് എനിക്കായി തന്നതിനാൽ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് ഞാൻ യാചിക്കുന്നു. വിലതീരാത്ത ഈ നാണയങ്ങൾക്ക് കരുതി ആത്മാക്കൾ അങ്ങേക്കായി സമർപ്പിക്കുന്ന നന്ദികേട് പരിഗണിക്കാതെ ആ പാപം ആത്മാക്കളോട് ക്ഷമിക്കണമേ. കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനകളും കവിതകളും തിരുമുഖത്തോടുള്ള ഭക്തി വളർത്തുന്നതിന് വളരെ സഹായകമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.